അപ്പോൾ ഇന്നൊരു ചൈനീസ് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ഒന്നല്ല 2 റെസിപ്പി ഉണ്ടാക്കുന്നുണ്ട്. രണ്ടും നല്ല സിമ്പിൾ റെസിപ്പി ആയതുകൊണ്ടാണ് രണ്ടും കൂടി കാണിക്കുന്നത്. ആദ്യം ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാം, പിന്നെ അതിലേക്ക് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചീസി സോസും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ ചൈനീസൊക്കെ കഴിക്കുന്ന പോലെ ഞാൻ 2 സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ നോക്കിയതാണ്. നോക്കുമ്പോൾ അത് നടന്നില്ല. അപ്പോൾ ഞാൻ ആ സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കഴിച്ചു. പിന്നെ അത് ഒഴിവാക്കി കൈകൊണ്ട് തന്നെ കഴിച്ചു. കൈകൊണ്ട് തന്നെ കഴിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് എങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിൽ അതുപോലെ കഴിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. രണ്ടും നല്ല കിടിലൻ റെസിപ്പി തന്നെയാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടമാവും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് മസാല വറ്റിയെടുക്കണം. അതിന് വേണ്ടി ഞാൻ ഒരു 1/2 കിലോ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ വെള്ളുള്ളി ചതച്ചതും, പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, പിന്നെ 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി എന്തായാലും എടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ അതിലേക്ക് ഒരു മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇതൊരു ടീസ്പൂൺ വെച്ചിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം. അതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് വെക്കുക. എന്നിട്ട് ഒരു 1/2 മണിക്കൂർ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ ചിക്കനോട് എന്നിട്ട് മസാല പിടിക്കുമ്പോഴേക്കും നമുക്ക് നമ്മുടെ രണ്ടാമത്തെ റെസിപ്പി ആയിട്ടുള്ള ചീസി സോസ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടോ. വെള്ളമൊക്കെ നല്ലപോലെ ഉണങ്ങിയതിന് ശേഷം നമുക്കതിലേക്ക് ഉപ്പില്ലാത്ത അൺസാൾട്ടഡ് ബട്ടർ ഉണ്ടല്ലോ, അതൊരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ബട്ടർ ഇട്ട് കൊടുക്കുന്ന ടൈമിൽ നമ്മളത് ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ബട്ടറൊക്കെ കരിഞ്ഞു പോവുള്ളൂ. എന്നിട്ടത് നമുക്കൊരു ടീസ്പൂൺ വെച്ചിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. തനിയെ അതൊന്ന് മെൽറ്റായി വന്നോട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മാത്രം മതി, കൂടണ്ട. മൈദ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട പിടിക്കുള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ ഈ സോസ് ചെറുതായിട്ടൊരു എരിവിന് വേണ്ടിയിട്ടും ഒരു ചെറിയൊരു കളറിന് വേണ്ടിയിട്ടും നമുക്കിതിലേക്ക്, നിങ്ങളുടെ കയ്യിൽ ഹോട്ട് സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഹോട്ട് സോസ് ഒഴിച്ചു കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹോട്ട് സോസ് ഇല്ലാത്ത കാരണം ഞാൻ 1 ടീസ്പൂൺ കെച്ചപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു നുള്ളു മുളക് പൊടി എടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു പേസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ കെച്ചപ്പ് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കെച്ചപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം പച്ചമണമൊക്കെ ഒന്ന് മാറിപ്പോക്കോട്ടെ മുളക് പൊടിയുടെ കേട്ടോ. അതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ മാത്രം വെച്ചാൽ മതി. ഇപ്പോൾ പാലൊക്കെ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക. ചീസ് ഞാൻ എടുത്തിരിക്കുന്നത് ബർഗറിലൊക്കെ വയ്ക്കുന്ന നമ്മുടെ ചീസ് ഷീറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊരു ആദ്യം ഒരു 4 എണ്ണം ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരു തിക്നെസ് വേണം കേട്ടോ, ഒരു തിക്കായിട്ടുള്ള സോസാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഈ ചീസ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ക്യൂബാണെന്നുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതൊരു ഇത്തിരി ലൂസാണ്. അപ്പോൾ ഞാനൊരു 2 ഷീറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ, ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നാലും നമുക്കിതിൻ്റെ ചീസൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റായി കിട്ടുള്ളൂ. ചീസ് എടുക്കുമ്പോൾ എപ്പോഴും ആ ചെഡർ ചീസ് തന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഓറഞ്ച് കളർ കിട്ടും കേട്ടോ. അപ്പോൾ സോസ് കാണാനും കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ അത് കിട്ടുകയാണെന്ന് വെച്ചാൽ അങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക. പിന്നെ ഇതൊക്കെ നല്ല പോലെ ചൂടോടെ തന്നെ ഇത് കഴിക്കുകയും വേണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് ഈ ചീസിൻ്റെ സോസ് അങ്ങോട്ട് ഇരുന്നിട്ട് കട്ടായി പോവുള്ളൂ. സെൻറ്ററിലൊക്കെ ഒരു പാട കെട്ടിയ പോലെ ആവും കേട്ടോ. അപ്പോൾ അത് മാക്സിമം ഉണ്ടാക്കി ഉടനെ തന്നെ കഴിക്കാൻ നോക്കുക. ഇപ്പോൾ ചീസൊക്കെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. നമ്മളിതിൽ എക്സ്ട്രാ ഉപ്പൊന്നും ഇട്ടിട്ടില്ല. ചീസിൽ ഓൾറെഡി ഉപ്പുള്ളതുകൊണ്ടാണ് ബട്ടർ നമ്മൾ ഉപ്പില്ലാത്തത് എടുത്തത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ്റെ പീസ് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നാലും നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. ചിക്കൻ പീസൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം തന്നെ ഇളക്കി കൊടുക്കൊന്നും വേണ്ട. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ കിടന്നോട്ടെ. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിലെ മസാലയൊക്കെ അങ്ങോട്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം മാത്രം നമുക്കൊരു കയ്യിൽ വെച്ചിട്ട് ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. അവിടുന്ന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിനറിലേക്ക് ഇത് മാറ്റുകയും ചെയ്യാം. നല്ല ക്രിസ്പി ആയിക്കോട്ടെ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് മീഡിയം ഫ്ലെയിമിലിടാൻ പറയണത്. ഇപ്പോൾ ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ആ എണ്ണയിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസും ആ സോസും കൂടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല കോമ്പിനേഷനാണ് ഈ ഫ്രഞ്ച് ഫ്രൈസും ആ ചീസി സോസും കൂടി കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക തന്നെ ചെയ്യട്ടോ. ചിക്കൻ ഇല്ലയെന്നുണ്ടെങ്കിലും ഫ്രഞ്ച് ഫ്രൈസും നമ്മുടെ ചീസി സോസും കൂടി ഒന്ന് കഴിച്ച് നോക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ 2 ചൈനീസ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട്. ആ ഒരു സോസ് കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് തന്നെയാണ്. ചിക്കൻ ഫ്രൈ ആയാലും ഫ്രഞ്ച് ഫ്രൈസ് ആയാലും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളൊരു 5 സ്ലൈസ് ചീസ് ഇട്ടാൽ മതി. അപ്പോൾ തന്നെ അത്യാവശ്യം തിക്കാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.